ഇന്ന് നമ്മൾ ചില ഷെയ്ഡിങ് ടിപ്സ് നമുക്ക് പരിചയപ്പെടുത്തുകയാണ്, നമുക്ക് എളുപ്പത്തിൽ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ യെല്ലോ ഓക്കറാണ് എടുത്തിരിക്കുന്നത്. ഇതെങ്ങനെ ഫില്ല് ചെയ്യേണ്ട ഒരു ഇത് നോക്കാം. ഞാനിപ്പോൾ ക്യാൻവാസാണ് ഉപയോഗിക്കുന്നത്. ക്യാൻവാസിൽ ഇതെങ്ങനെ ഫില്ല് ചെയ്യാൻ നോക്കാം. ഫുൾ ഫില്ലിങ്. പിന്നെ ഇത് ഷെയ്ഡഡ് ആയിട്ടുള്ള വാഷ് എങ്ങനെ ഒരു സ്ക്വയറിൽ ഫുള്ളായിട്ട് എങ്ങനെ ഫില്ലിങ് വരുമെന്ന് നോക്കി, പാച്ച് ഇല്ലാതെ എങ്ങനെ ഫില്ല് ചെയ്യാൻ നോക്കാം. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഇനി അടുത്തത് ഇത് എങ്ങനെ ഷെയ്ഡഡ്, ഇതിപ്പോൾ ഫുൾ വാഷാണിത്. ഷെയ്ഡഡ് വാഷ് എങ്ങനെ വരും നോക്കാം അടുത്തൊരു കോളത്തിൽ. അപ്പോൾ ഏത് ഭാഗത്താണോ ഡെപ്ത് കൂടുതൽ വേണ്ടത് അവിടെ നമ്മൾ പെയിൻറ്റ് അപ്ലൈ ചെയ്യുന്നു. ഇനി നമ്മൾ ബ്രഷിൻ്റെ ടിപ്പ് ചെറുതായിട്ടൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് അതിൻ്റെ മേലെ കൂടെ തന്നെ നമ്മൾ വീണ്ടും താഴേക്ക് ഇറക്കുന്നു. പെയിൻറ്റ് കൂടുതൽ ഡൈല്യൂട്ടായി ഒന്നുകൂടെ നമ്മൾ മുക്കിയിട്ട് താഴേക്ക് വാഷ് ചെയ്തിറക്കുന്നു. ഇതിന് നമ്മൾ ഗ്രേഡഡ് വാഷ് എന്നാണ് പറയുക. അവസാനത്ത് വെറും വെള്ളം മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിനെ മെർജ് ചെയ്ത് താഴേക്ക് എത്തിക്കാം. ഇവിടുത്തെ കളറിൻ്റെ ഇൻറ്റൻസിറ്റിയും ഇവിടെ എത്തുമ്പോൾ അത് വളരെ ലൈറ്റായിട്ട് വരും. അപ്പോൾ ഇത് നമ്മൾ പലതരത്തിലുള്ള ഷെയ്ഡിങ് ഇഫക്റ്റ് നമ്മുടെ ചിത്രത്തിൽ കൊണ്ടുവരാനായിട്ട് നമ്മൾ ഈ ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇത് ഫുൾ വാഷ്, ഇത് ഷെയ്ഡഡ് ആണ്, ഗ്രേഡ് ചെയ്തിട്ടുള്ള വാഷാണ്. കേരള മ്യൂറലിൽ വൈറ്റ്, ബ്ലൂ ഇവ ഒഴികെ മറ്റേത് ഇപ്പോൾ ഗ്രീൻ ആയാലും റെഡ് ആയാലും യെല്ലോ ആയാലും അതിൻ്റെ ബേസ് വാഷ് എന്ന് പറയുന്നത് ഈ പറയുന്ന യെല്ലോ ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന കളറുകൾ മനസ്സിലായി കാണുമല്ലോ. കാവിപ്പച്ച, കാവി മഞ്ഞ, കാവി ചുവപ്പ്, ബ്രിക്ക് റെഡ് എന്നൊക്കെ പറയുന്നു അതിൽ. അപ്പോൾ ഈ എല്ലാ കളറിൻ്റെയും ബേസ് എന്ന് പറയുന്നത് ഇതാണ്, നമ്മുടെ യെല്ലോ ആണ്. ഇനി നമ്മൾ ബ്ലാക്ക്, അവസാനം നമ്മൾ ബ്ലാക്കാണ് ഫില്ല് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം യെല്ലോ വാഷ് ചെയ്യുന്നു, അതിൻ്റെ മേലെ റെഡ് വാഷ് ചെയ്യുന്നു, അതിൻ്റെ മേലെയാണ് നമ്മൾ ബ്ലാക്ക് കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ റെഡ് മേലെ അപ്ലൈ ചെയ്തു, പിന്നെ നമ്മൾ ബ്രഷ് ഒന്ന് വെള്ളത്തിൽ മുക്കി അതിനെ താഴേക്ക് ഉള്ള ആ യെല്ലോയിലേക്ക് മെർജ് ചെയ്ത് എടുക്കുന്നു. ഇപ്പോൾ റെഡ് ഫില്ലിങ്, റെഡ് ഷെയ്ഡിങ്. ഇനി ഒരു കളർ കൂടെ ഗ്രീൻ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം.
മേലെ നമ്മൾ കുറച്ചൊന്ന് ചെയ്തു. ബ്രഷ് ഒന്ന് അടുത്ത് നോക്കി എന്നിട്ട് അതിനെ മെർജ് ചെയ്ത് കളിക്കാം. ഓക്കെ, ഗ്രീൻ നമ്മൾ ഇങ്ങനെ ഷെയ്ഡ് ചെയ്യുന്നു. ഈ സൈഡ് കാണുന്നതൊക്കെ അതിൻ്റെ ഫില്ലിംഗ് ആണ്, ഇതതിൻ്റെ ഷെയ്ഡഡ് വാഷാണ്, ഗ്രേഡഡ് വാഷ്. ഇത് നിങ്ങൾ കുറച്ച് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഷെയ്ഡിങ്ങിൻ്റെ ഒരു ഐഡിയ, അതിൻ്റെ ഒരു പെർഫെക്ഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. ഓക്കെ, ഇതും നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ സ്ക്വയർ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ വേറെ ഷേപ്പുകളിൽ നമുക്കിത് ചെയ്യാം. നമുക്കിപ്പോൾ ഒരു റൗണ്ടിൽ വേണമെന്ന് വിചാരിക്കാം. റൗണ്ട് ഷേപ്പിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നനഞ്ഞൊരു ബ്രഷ്, നനവുള്ളൊരു ബ്രഷ് എടുത്ത് വീണ്ടും നമ്മളതിനെ മെർജ് ചെയ്ത് ഉള്ളിലേക്ക് കൊണ്ടുവരും. ചെയ്യാം. അപ്പോൾ ഷെയ്ഡിങ്ങിൽ നമ്മൾ ഈ മെർജിങ് നമ്മൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, ഇവിടെ സ്ക്വയറിൽ ചെയ്ത പോലെ റൗണ്ട് ഷേപ്പിൽ എങ്ങനെ ഷെയ്ഡ് ചെയ്യാം. അത് പുറമേ നിന്ന് ഉള്ളിലേക്ക് യെല്ലോ ചെയ്തു, റെഡ് ചെയ്തു, ഗ്രീൻ ചെയ്തു. അതുപോലെ തന്നെയാണ് നമ്മളിവിടെ ഡയറക്റ്റ് ഒരു ലോട്ടസ് എങ്ങനെ ഷെയ്ഡ് ചെയ്ത് തീർക്കാൻ നോക്കിയത്. അപ്പോൾ ഇത് ഇത്തരത്തിൽ നിങ്ങൾ പല ഷേപ്പുകൾ വരച്ച് പ്രാക്ടീസ് ചെയ്യുക. നമ്മളെപ്പോഴും പ്രാക്ടീസ് എന്ന് പറയുന്നത് പ്രാക്ടീസാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നത്. എല്ലാവരും ചെയ്തിട്ട് ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.